കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയായ വിദ്യാർത്ഥിനി കീർത്തന ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് കുടുംബം. ആൺ സുഹൃത്ത് ആദിദേവനും അച്ഛനുമെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയത്. പോലീസ് അസോസിയേഷൻ നേതാവായ KP അനീഷിന്റെ മകനായതിനാലാണ് ആദിദേവിന് സംരക്ഷണം കിട്ടുന്നതെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുനെ, ഒരു പെൺകുട്ടിയുടെ ജീവനാണ് നഷ്ടമായത്. ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായത്. പക്ഷേ ആദിദേവ് സമൂഹത്തിൽ, പ്രത്യേകിച്ച് പോലീസ് സേനയിൽ പിടിയുള്ള ഒരാളുടെ മകനാണ്. അതുകൊണ്ടാണോ കീർത്തനയുടെ മരണത്തിൽ കീർത്തനയ്ക്ക് നീതി ഇനിയും അകലെയാണെന്ന് കുടുംബം ആരോപിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രധാന ആരോപണങ്ങൾ? ഒപ്പം എങ്ങനെയാണ് കീർത്തനയുടെ കുടുംബം പ്രതികരിക്കുന്നത്? മിഥുൻ. അശ്വതി, ഏതാണ്ട് ഏപ്രിൽ 19-ാം തീയതിയാണ് ഈ കീർത്തന തൻ്റെ വീടിൻ്റെ 2ാം നിലയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഏതാണ്ട് 11 ദിവസത്തെ ആശുപത്രി ശേഷം ഏപ്രിൽ 30-ന് ആശുപത്രിയിൽ വെച്ച് കീർത്തന മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം കുടുംബം ഈ മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് എന്താണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത കിട്ടിയത്. കാരണം കീർത്തനയ്ക്കൊരു ആൺസുഹൃത്തുണ്ടായിരുന്നു, ആദിദേവ് എന്ന് പറയുന്ന മട്ടന്നൂർ സ്വദേശിയാണ്. അയാൾ ഈ കുട്ടിയെ ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് കുട്ടി തന്നെ ഈ ആദിദേവിൻ്റെ അച്ഛൻ അയച്ച ഓഡിയോ മെസ്സേജിൽ പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് റൂറൽ SP അടക്കം ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതി നൽകിയപ്പോൾ കുട്ടി മരിച്ചിട്ട് ഏതാണ്ട് 90 ദിവസത്തോളമായി. പക്ഷേ ഇതുവരെ ആ കേസുമായി ബന്ധപ്പെട്ടൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനമാണ് കുടുംബം പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ആദിദേവ് എന്ന് പറയുന്ന ഈ കുറ്റാരോപിതനായ വ്യക്തിയുടെ അച്ഛൻ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ നേതാവാണ്. അതുകൊണ്ടാണ് ഈ കേസ് സുഗമമായി നടക്കാത്തത്, അല്ലെങ്കിൽ സത്യസന്ധമായി മുന്നോട്ട് പോകാത്തത് എന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം ഈ അമ്മയുടെ മൊഴി അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ മൊഴിയിൽ ഈ കുട്ടിയുടെ അച്ഛനെതിരെ കൃത്യമായ മൊഴി കുടുംബം നൽകിയിരുന്നു. പക്ഷേ ആ മൊഴിയൊന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. മറ്റൊന്ന്, ഈ കുട്ടി അതായത് കീർത്തന മരിക്കുന്നതിന് ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുൻപ് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫാനിൽ കുടുക്കിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഈ അച്ഛന്, അതായത് ഈ ആദിദേവ് എന്ന് പറയുന്ന ആൺസുഹൃത്തിൻ്റെ അച്ഛന് ഈ കുട്ടി ഫോട്ടോ എടുത്ത് നൽകുകയും ചെയ്തു. ആ ഫോട്ടോ എടുത്ത് നൽകി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പോലും ഈ കുട്ടിയുടെ, അതായത് കീർത്തനയുടെ വീട്ടുകാരെ അറിയിക്കാൻ തയ്യാറായില്ല. അഥവാ അത് അറിയിച്ചിരുന്നുവെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഈ കുടുംബം ഇടപെട്ട ആത്മഹത്യാ നീക്കത്തിൽ നിന്ന് കുട്ടിയെ പിന്തിരിപ്പിച്ചേനെ എന്നാണ് കുടുംബം പറയുന്നത്. അതായത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന വിവരം പോലീസുകാരൻ അറിഞ്ഞിട്ടും അതിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയത് തടയാനുള്ള ശ്രമങ്ങൾ അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന ഗുരുതരമായ ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. സത്യസന്ധമായ ഈ കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. പ്രതിയെ എന്തിനാണ് പോലീസ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുമ്പോൾ, ഒരു പോലീസ് ഉന്നതന്റെ, പോലീസ് അസോസിയേഷൻ നേതാവിന്റെ മകനാണ്, KP അനീഷിന്റെ മകനാണ്. അതാണ് പോലീസുകാർക്ക് ഈ ആദിദേവിനെ തൊടാൻ പേടി എന്നുള്ള കാരണമൊക്കെ ആ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം, മകൾക്ക് നീതി ലഭിക്കണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.